വിശേഷം വിശേഷം വളരെ വിശേഷപ്പെട്ട ഒരു പ്രോജക്റ്റാണ് എനിക്ക്. ഏറെക്കാലമായിട്ട് അറിയാവുന്ന സൂരജ് ടോം ഡയറക്റ്റ് ചെയ്യുകയും അതിലുപരി അദ്ദേഹം തന്നെ നിർമ്മിക്കുകയും ചെയ്യുന്ന ആദ്യ ചിത്രം. അതിൻ്റെ കഥ എഴുതിയിരിക്കുന്നത് ആനന്ദാണ്. ആനന്ദ് മധുസൂദനെ അദ്ദേഹം മ്യൂസിക് ഡയറക്ടറായി ഈ ഫീൽഡിലേക്ക് വന്ന കാലഘട്ടം മുതൽ നമുക്ക് നേരിട്ടറിയായിരുന്നു. അപ്പോൾ അദ്ദേഹം തന്നെ എഴുതി, അദ്ദേഹം തന്നെ നായകനായിട്ട് അഭിനയിക്കുന്ന ചിത്രം. അങ്ങനെ വളരെ വിശേഷപ്പെട്ട ഒരു ചിത്രമാണത്. സൂര്യൻ്റെ ഒപ്പം ഏകദേശം ഒരു 10-25 വർഷത്തോളം സൂര്യനെ എനിക്കറിയാം. അദ്ദേഹത്തിൻ്റെ കൂടെ വളരെ കാലം മുമ്പ്, ഒരു 10-20-25 വർഷം മുമ്പ് ഞങ്ങൾ ചില ഷോർട്ട് ഫിലിംസൊക്കെ ഞാൻ ക്യാമറ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ പിന്നീട് 1-2 പടങ്ങൾ ചെയ്ത് അദ്ദേഹത്തിൻ്റെ ഒരുപാട് പരസ്യചിത്രങ്ങളിൽ ക്യാമറ ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു വർക്ക് പാറ്റേൺ ശരിക്കും നമുക്കറിയായിരുന്നു. ഈ ഒരു സബ്ജക്റ്റിലേക്ക് എത്തിയപ്പോൾ അത് വളരെ നാച്ചുറലായിട്ട് റിയലിസ്റ്റിക്കായിട്ട് ചെയ്യേണ്ട ഒരു സബ്ജക്റ്റാണ്. എല്ലാവർക്കും പെട്ടെന്ന് റിലേറ്റ് ചെയ്യാവുന്ന ഒരു കഥയാണ്. അതിന് നമുക്ക് നമ്മുടെ അടുത്ത വീട്ടിലോ അല്ലെങ്കിൽ നമുക്ക് പരിചയമുള്ള ആർക്കെങ്കിലുമൊക്കെ സംഭവിച്ചിട്ടുള്ളൊരു സ്റ്റോറി ആയിട്ട് നമുക്ക് റിയലിസ്റ്റിക്കായിട്ട് അറിയാവുന്ന പല കാര്യങ്ങളുണ്ട് അതിൽ. അപ്പോൾ ഈ ഒരു സിനിമ ഇതിൻ്റെ തുടക്കത്തിൽ തന്നെ ഇതിൻ്റെ ഭാഗമായിട്ട് ഇതിൻ്റെ ഡിസ്കഷനിലും സ്ക്രിപ്റ്റ് ഡിസ്കഷനിലും ലൊക്കേഷൻ റെക്കി എല്ലാത്തിലും നമ്മൾ സജീവമായിട്ട് പങ്കെടുത്തിരുന്നു. ആദ്യ കാലഘട്ടത്തിൽ ഇതൊരു പക്ക വില്ലേജ് സ്റ്റോറി ആയിട്ട് ചെയ്യാനാണ് ഉദ്ദേശിച്ചിരുന്നത്. പിന്നീട് അതൊരു ടൗൺഷിപ്പിലേക്ക് മാറി. പിന്നീട് ഇതിന് രണ്ടിനും ഇടയ്ക്ക് കുറച്ച് ഓർഗാനിക് കൃഷി, കുറച്ച് അങ്ങനത്തെ റിയലിസ്റ്റിക് ആയിട്ടുള്ള പല എലമെൻസും ഇതിൻ്റെ ഒരു സ്റ്റേജിൽ ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു സ്ക്രിപ്റ്റിൻ്റെ ഡെവലപ്മെൻറ്റിൽ. അങ്ങനെ ഒരു ദിവസം സൂരജ് പറഞ്ഞു, നമുക്ക് അധികം ദൂരമൊന്നും പോകണ്ട, നമുക്ക് തൃപ്പൂണിത്തുറയുടെ ഒരു സിറ്റി കൾച്ചർ അത് കുറച്ച് യുണീക്കാണ്, നമുക്കതൊന്ന് ട്രൈ ചെയ്താലോ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ആ തൃപ്പൂണിത്തുറ നമ്മൾ ലൊക്കേഷൻ നോക്കാൻ ഇറങ്ങുന്നത്. വളരെ പെട്ടെന്ന് തന്നെ സൂരജ് ഉദ്ദേശിച്ചിരിക്കുന്ന കുറച്ച് ലൊക്കേഷൻസ്, കാരണം ഈ നായകൻ്റെയും നായികയുടെ വീടൊക്കെ ഇതുവരെ ഉപയോഗിക്കാത്ത ഫ്രഷ് ലൊക്കേഷൻ വേണമെന്ന് സൂരജിന് നിർബന്ധം ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളത് വളരെ പെട്ടെന്ന് കണ്ടെത്തുമ്പോൾ വളരെ ക്യാരക്ടറുള്ള വീടുകൾ അതിനുവേണ്ടി തന്നെ കണ്ടെത്താൻ പറ്റി. വിശേഷത്തിൻ്റെ കാസ്റ്റിങ്ങിലേക്ക് അടുക്കുമ്പോൾ നമ്മളോട് ഇത് എപ്പോഴും കഥ പറയുമ്പോൾ ആനന്ദ് വളരെയധികം ഭയങ്കര എക്സ്പ്രഷനിലൂടെ ഈ കഥ ഭയങ്കരമായിട്ട് നരേറ്റ് ചെയ്യായിരുന്നു. അങ്ങനെ ആയിരിക്കണം ചിലപ്പോൾ ഒരു ദിവസം സൂരജ് ആനന്ദിനെ വെച്ച് തന്നെ നായകനായിട്ട് നമുക്ക് ചെയ്താലോ എന്ന് ആലോചിക്കുന്നതും. നമ്മളപ്പോൾ കുറച്ച് ടെൻഷൻ ഉണ്ടായിരുന്നു. ആനന്ദ് ആദ്യമായിട്ട് നായകനായിട്ട് അഭിനയിക്കുന്ന പടത്തിൽ ക്യാമറ ചെയ്യാൻ പോകുമ്പോൾ ആനന്ദിൻ്റെ മുമ്പ് നമ്മളൊരു പരസ്യം ആനന്ദ് അഭിനയിച്ച് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഒരു ഹരിത ടോണിൻ്റെ ഒരു ആഡ് സൂര്യ ഡയറക്റ്റ് ചെയ്ത പരസ്യത്തിൽ ആനന്ദ് ഒരു കള്ളൻ്റെ വേഷം ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു സൈബർ കള്ളൻ. അപ്പോൾ ആനന്ദ് കഥ പറയുമ്പോൾ വളരെ നെഗറ്റീവായിട്ട് പറയുന്നുണ്ട്. ആനന്ദ് അത് ചെയ്യുമെന്ന് നമുക്കറിയാം, പക്ഷേ നമ്മൾ വളരെ ടൈറ്റായിട്ടുള്ളൊരു ഷെഡ്യൂളിലാണ് സ്റ്റാർട്ടിങ് മുതൽ തുടങ്ങിയത്. അപ്പോൾ ഫസ്റ്റ് ഡേ തന്നെ വളരെയധികം ഇമോഷണലായിട്ടുള്ള കുറച്ച് സീക്വൻസുകളാണ് ആനന്ദിന് പെർഫോം ചെയ്യേണ്ടി വരുന്നതും. അതാണ് ആദ്യത്തെ ദിവസം തന്നെ നമുക്ക് ക്യാമറയിലൂടെ പകർത്തിയെടുക്കേണ്ടി വന്നത്. ഈ സിനിമയുടെ വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ളൊരു നരേറ്റീവ് സ്റ്റൈലിന് വളരെയധികം സഹായമായിട്ട് ആർട്ട് ഡയറക്ടർ അനീഷ്, നമ്മുടെ കോസ്റ്റ്യൂമർ മഞ്ജുഷ, അവരൊക്കെ വളരെയധികം അതിനോട് ഒരുപാട് അതിൻ്റെ ഡിസ്കഷൻസും നമ്മളുണ്ടായിരുന്നു. എല്ലാ ക്രൂ ആയിട്ടുള്ള ഇതിന് എങ്ങനത്തെ ഒരു പാറ്റേൺ വേണം, എങ്ങനത്തെ ഒരു കളർ പാറ്റേൺ വേണം, എങ്ങനത്തെ ഒരു കളറുള്ള കോസ്റ്റ്യൂംസ് വേണം, ആർട്ട് പ്രോപ്പർട്ടീസ് എങ്ങനെയായിരിക്കണം, അങ്ങനെയൊക്കെ ഒത്തിരി ഡിസ്കഷൻസ് പലപ്പോഴും ഉണ്ടായിരുന്നു. അതിൽ ഒട്ടും എന്താ പറയുക, അതിഭാവത്വം തോന്നാതെ വളരെ നാച്ചുറലായിട്ട് എടുക്കാനായിട്ട് ഇവരുടെ എല്ലാം ഒരു സപ്പോർട്ട് ഭയങ്കരമായിട്ട് ഉണ്ടായിരുന്നു. ആനന്ദ് ആദ്യമായിട്ട് ചെയ്യുമ്പോൾ തന്നെ ആനന്ദിൻ്റെ പെർഫോമൻസിൻ്റെ ഒരു മീറ്റർ നമുക്ക് പലപ്പോഴും ഇപ്പോൾ ഡയറക്ടർ അത് പറയുമെങ്കിലും എല്ലാ ക്രൂവിനും ഒരു ചെറിയ കൺഫ്യൂഷനൊക്കെ ആദ്യമേ എനിക്ക് തോന്നിയിരുന്നു. കാരണം വെച്ചാൽ നമ്മളൊരു ഓർഡറിലല്ല ഈ സിനിമ ഷൂട്ട് തുടങ്ങിയതും അത് നരേറ്റ് ചെയ്ത് പോയതും. കാരണം സെക്കൻഡ് ഹാഫ് പോർഷൻസൊക്കെയാണ് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ എടുക്കുന്നതും. അപ്പോൾ ഇതിൻ്റെ ഒരു സ്ക്രിപ്റ്റ് വൈസ് നമുക്ക് നേരത്തെ മുതൽ അറിയാവുന്നതുകൊണ്ട് ഇതിനു മുമ്പ് വരുന്ന ഇമോഷണൽ സീനുകൾ കണക്ട് ചെയ്തിട്ടാണ് ഇങ്ങനെ വരുന്നതെന്നൊക്കെ ഏകദേശ ധാരണ ഉള്ളതുകൊണ്ട് അതിൻ്റെയൊക്കെ ഒരു പെർഫോമൻസ് ലെവൽ നമുക്ക് ക്യാമറ കൂടെ കാണുമ്പോൾ കുഴപ്പമില്ലാന്ന് തോന്നിയിരുന്നു. എന്തെങ്കിലും അഭിപ്രായ പ്രശ്നങ്ങൾ തോന്നുമ്പോൾ നമ്മളത് അങ്ങനെ തോന്നുമ്പോൾ മാത്രം ഡയറക്ടറോട് മാത്രം കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അദ്ദേഹം അത് ഈ സീനിൽ നിന്ന് ഇന്ന സീനിലേക്ക് വരുമ്പോൾ അത് കറക്റ്റ് ആയിരിക്കും എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് കണക്റ്റ് ആവും. അങ്ങനെ വളരെ ഒരു കൂട്ടായ്മയോടെ വളരെ ഒരു ഗ്രൂപ്പ് ഓഫ് ടെക്നീഷ്യൻസ് വളരെ
ഒരു കുടുംബം പോലെ ചെയ്ത വർക്കാണ് വിശേഷം. ഞാൻ ക്യാമറ ചെയ്യുന്ന ഏകദേശം 7ാമത്തെ ചിത്രമാണിത്. അപ്പോൾ അതിനിടയ്ക്ക് ഒരു 10-35ഓളം ആഡ് ഫിലിംസ് കഴിഞ്ഞ 2-3 വർഷമായിട്ട് സൂര്യ ടോമായിട്ട് ചേർന്ന് ക്യാമറ ചെയ്തിരുന്നു. അപ്പോൾ അതിനെല്ലാം വിഭിന്നമായിട്ടുള്ളൊരു മേക്കിംഗ് സ്റ്റൈലാണ് അദ്ദേഹം ഈ പടത്തിന് വേണ്ടിയിട്ട് സ്വീകരിച്ചിട്ടുള്ളതും നമ്മൾ അത് ഫോളോ ചെയ്തിട്ടാണ് അതിൻ്റെ ഫോട്ടോഗ്രാഫി പോയിട്ടുള്ളതും. കാരണം റിയലിസ്റ്റിക്കായിട്ട് ക്യാരക്ടേഴ്സിൻ്റെ ഇമോഷൻസ് പകർത്തിയെടുക്കാനാണ് പലപ്പോഴും ശ്രമിച്ചിട്ടുള്ളത്. ഷോർട്ട് പ്ലാനിങ്ങൾ തന്നെ അതിനെ ബേസ് ചെയ്തിട്ടായിരുന്നു പലപ്പോഴും. കാരണം ഇതൊരു ഫാമിലി ഇമോഷണൽ സബ്ജക്റ്റ് ആയിരുന്നു. ഇതിൻ്റെ നായികയായിട്ട് അഭിനയിച്ച ചിന്നു ചാന്ദിനി, നായകൻ ആനന്ദ് മധുസൂദനൻ, അവരുടെ കെമിസ്ട്രി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. അപ്പോൾ അത് ആദ്യത്തെ ദിവസങ്ങൾ തന്നെ അതിലേക്ക് എത്താൻ പറ്റുകയും ഡയറക്ടർ അവരെ കൊണ്ട് വളരെ നന്നായി കൺസീവ് എടുക്കുകയും ചെയ്തപ്പോൾ വളരെ ഭംഗിയായിട്ട് തന്നെ എൻ്റെ ഷൂട്ട് മുന്നോട്ട് പോയി. ബാക്കി സപ്പോർട്ടിങ് ക്യാരക്ടേഴ്സായിട്ട് അദ്ദേഹത്തിൻ്റെ ചേട്ടൻ്റെ ക്യാരക്ടറായിട്ടുള്ള ബൈജു പുന്ന, അതുപോലെ കൂട്ടുകാരനായിട്ട് അൽത്താഫ്, പിന്നെ അമ്മമാരുടെ ക്യാരക്ടേഴ്സ് എല്ലാം വളരെ ഒരു ഈ സബ്ജക്റ്റിന് അനുയോജ്യമായിട്ടുള്ളൊരു കാസ്റ്റിംഗ് ആയിട്ട് വരികയും അത് വളരെ നന്നായിട്ട് ആ സിനിമ 10-15 ദിവസത്തെ ഷെഡ്യൂളുകളിൽ 2-3 ഷെഡ്യൂളായിട്ട് നമുക്ക് തീർക്കാനും പറ്റി. ഈ സിനിമ ഒരു കപ്പിൾസിൻ്റെ അവരുടെ ഒരു 4-5 വർഷത്തെ ലൈഫ് ജേണിയിലൂടെ പോകുന്ന ഒരു സബ്ജക്റ്റാണ്. അത് ഈ പറയുന്ന ഒരു ഫ്രഷ് കാസ്റ്റിങ്ങിലും ഒരു ഫ്രഷ് മേക്കിങ്ങിലേക്കും എത്തിക്കാൻ ഞങ്ങൾ പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സിനിമ നിങ്ങളെല്ലാവരും തിയേറ്ററിൽ പോയി കാണണം. ഇങ്ങനത്തെ വളരെ വലിയ സ്റ്റാർ കാസ്റ്റിംഗ് ഇല്ലാത്ത പടങ്ങൾ അതിൻ്റെ കണ്ടൻറ് വൈസ് ഞങ്ങൾക്കൊരു കോൺഫിഡൻസ് ഉണ്ട്, ഞങ്ങൾക്കത് ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളെല്ലാവരും തിയേറ്ററിൽ പോയി ആ പടം കണ്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം.